PM കിസാന്റെ ഏറ്റവും സുപ്രധാന അറിയിപ്പാണ് 2024 ഡിസംബറിലെ ഏറ്റവും സുപ്രധാന അറിയിപ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ടതുകൊണ്ട് ഒരുപാട് ഇൻസ്റ്റാൾമെന്റുകൾ അല്ലെങ്കിൽ 3, 4, 5 ഇൻസ്റ്റാൾമെന്റുകൾ നിങ്ങൾ മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ബാങ്കിൽ കിടക്കുന്ന ചിലപ്പോൾ കിട്ടിയിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ ഈ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും തന്നെ PM കിസാന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിരിക്കും. അത് 19 ഇൻസ്റ്റാൾമെന്റുകളോ 18 ഇൻസ്റ്റാൾമെന്റിലോ ഒക്കെ വാങ്ങിയ ആളുകളായിരിക്കും. നമുക്ക് ഇനി കിട്ടാനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ലൈനിൽ തന്നെയാണ് പോകുന്നത്, ഇത് എന്തിനാണ് കേൾക്കുന്നത് എന്നൊക്കെ വിചാരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നാളെ ഇൻസ്റ്റാൾമെന്റ് തടസ്സപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാൾമെന്റ് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ടിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ബാങ്ക് പോലും നിങ്ങൾ അറിയാത്ത ബാങ്ക്, ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക്, നിങ്ങൾക്ക് ഒരു പക്ഷേ അക്കൗണ്ട് പോലും ഇല്ലാത്ത ബാങ്കിലായിരിക്കും ചിലപ്പോൾ ആ തുക നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ 19 ഇൻസ്റ്റാൾമെന്റും മുഴുവനായി വാങ്ങിയവരാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇൻസ്റ്റാൾമെന്റുകളും കിട്ടിയവരാണെങ്കിൽ കൂടി ഈ ഒരു വീഡിയോ നിർബന്ധമായും കേൾക്കണം. എന്തെന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നാളെ ഇൻസ്റ്റാൾമെന്റ് തടസ്സപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ 6, 7 ഇൻസ്റ്റാൾമെന്റ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ പൂർണ്ണമായും കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി അല്ലെങ്കിൽ നടന്ന ഒരു സംഭവം ഞാൻ തീർച്ചയായും പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് 3, 4 അക്കൗണ്ടുകളുള്ള ഒരാളാണ്, PM കിസാൻ ഹോൾഡറാണ്. അദ്ദേഹത്തിന്റെ കൃഷിഭവനിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ബാങ്കിങ് നെയിം അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഇല്ലാത്ത ഒരു ബാങ്കിങ് നെയിമാണ് കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ PM കിസാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക, എനിക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, കൃഷിഭവന്റെ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടായിരിക്കുന്ന എന്നാവും അദ്ദേഹം സ്വാഭാവികമായും വിചാരിച്ചിട്ടുണ്ടാവും. 6 ഇൻസ്റ്റാൾമെന്റുകൾ, അതായത് 12,000 രൂപ അദ്ദേഹത്തിന് ക്രെഡിറ്റ് ആയി കിടക്കുകയാണ്. പക്ഷെ അദ്ദേഹം അക്കൗണ്ട് ഹോൾഡർ അല്ല, ആ പർട്ടിക്കുലർ ബാങ്കിൽ അദ്ദേഹം അക്കൗണ്ട് ഹോൾഡർ അല്ല. അദ്ദേഹം അത് വിട്ടുകളയും. പിന്നീട് അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പർട്ടിക്കുലർ ബാങ്കിൽ പോയ സമയത്ത് ആ ബാങ്കിനെ വേറൊരു ബാങ്ക് ടേക്ക് ഓവർ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ പഴയ അക്കൗണ്ടുള്ള ബാങ്കിനെ ഈ പുതിയ ബാങ്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിനെ ടേക്ക് ഓവർ ചെയ്തപ്പോൾ ആ ബാങ്കായി മാറുകയാണ് ചെയ്തത്. അതായത് ബാങ്കിങ് നെയിം മാറി, ബാങ്കിന്റെ പേര് മാറി. പക്ഷെ അദ്ദേഹം ഇപ്പോഴും അക്കൗണ്ട് ഹോൾഡറാണ്. അദ്ദേഹത്തിന് 6 ഇൻസ്റ്റാൾമെന്റുകൾ, അതായത് 12,000 രൂപ അദ്ദേഹത്തിന് അവിടെ കിടക്കുകയാണ്. അദ്ദേഹം ഉടനെ തന്നെ ആ തുക പിൻവലിക്കുകയും വളരെ സന്തോഷവാനാവുകയും വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നൊരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതുപോലുള്ള എത്രയോ ആളുകൾ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആധാറുമായി നമുക്ക് പല ബാങ്കുകളിലും അക്കൗണ്ട് ഉണ്ടാവും. ചിലപ്പോൾ 15 വർഷം മുമ്പേ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയായിരിക്കാം, ചിലപ്പോൾ ഏറ്റവും പുതിയതായിട്ട് തുടങ്ങിയായിരിക്കാം, ക്ഷേമ പെൻഷന് വേണ്ടി തുടങ്ങിയായിരിക്കാം, മറ്റെന്തെങ്കിലും ആവശ്യത്തിൽ ലോൺ എടുക്കാനുള്ള ആവശ്യത്തിന് തുടങ്ങിയായിരിക്കാം. അങ്ങനെ വിവിധ ആവശ്യമായി നമുക്ക് ചിലപ്പോൾ 4, 5 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ആ ബാങ്കിൽ ഒരു ട്രാൻസാക്ഷനും നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികം വിചാരിക്കുക, നമുക്ക് സ്ഥിരമായി വരുന്ന ഒരു അക്കൗണ്ട്, ഉദാഹരണമായി കേരള ബാങ്ക് ആണെങ്കിൽ ആ കേരള ബാങ്കിലേക്കാണ് 19 ഇൻസ്റ്റാൾമെന്റുകളും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് വരാനുള്ള 20ാമത്തെ ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ 19ാമത്തെ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ തീർച്ചയായും എക്സ്പെക്ട് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ബാങ്കിലേക്കാണ് വരിക എന്നതാണ്. എന്നാൽ നമുക്ക് വരുന്നത് മറ്റേതെങ്കിലും ബാങ്കിലേക്ക് ആയിരിക്കാം. നമ്മൾ 15 വർഷം മുമ്പോ 16 വർഷം മുമ്പോ തുടങ്ങിയ അക്കൗണ്ടുകളിലേക്ക് ചിലപ്പോൾ അത് ഇപ്പോൾ അടുത്ത കാലത്ത് ആധാറുമായി ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒക്കെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലുടനീളം എത്രയോ പേർക്ക് ഈ അക്കൗണ്ടുകളിലേക്ക് മറ്റും വന്നിട്ട് നമ്മൾ അവരെടുക്കാത്ത രീതിയിൽ, അതായത് അൺയൂസ്ഡായി ഉപയോഗശൂന്യമായി എത്രയോ പണം PM കിസാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അറിയുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.